ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എംബ്രോയ്ഡറികൾ വെച്ച് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു എംബ്രോയ്ഡറിയാണിത്. ഇതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കാണുമ്പോലെയൊന്നുമല്ല, ഭംഗി കൂടുതലാണ്. അപ്പോൾ ഞാനൊരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഫാബ്രിക്കിൽ ഇതുപോലെ ഞാൻ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട്, സർക്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അഞ്ച് ഭാഗത്തും ഒരേ അകലത്തിൽ തന്നെ 5 ഡോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒന്ന് റിങ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 നൂലിൻ്റെ ആ 2 അറ്റവും ഒരുമിച്ച് വെച്ചൊന്ന് കെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോർമൽ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ സൂചി അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്, സെൻറ്ററിൽ നിന്നല്ല. അതിനുശേഷം സെൻറ്ററിൽ കുത്തുക, വീണ്ടും സൈഡിലോട്ടൊന്ന് വലിച്ചെടുക്കുക, വീണ്ടും സെൻറ്ററിൽ കുത്തുക, സൈഡിലോട്ടൊന്ന് വലിച്ചെടുക്കുക. അങ്ങനെ 5 ഭാഗത്തോട്ടും ഒന്ന് വലിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3, 5, 7, 9 ഇങ്ങനെയുള്ള നമ്പറുകളിലാണ് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ച് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് 3ഉം 5ഉം ആ ഒരു അളവിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ 5 വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. അതാണ് നമ്മൾ 5 ഡോട്ട് ഇട്ടിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഇതാ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് അവസാനം നടുവിലോട്ടൊന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം ചെയ്തെടുക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നമ്മൾ നടുവിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ഭാഗത്തൂടി വീണ്ടും ആ നടുവിലോട്ട് തന്നെ വീണ്ടും കുത്തി മുകളിലോട്ട് എടുക്കുകയാണ്. അതിനുശേഷം സൂചിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇനിയുള്ള സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഒരു നൂലിൻ്റെ അടിവശത്തു കൂടിയും അടുത്തതിൻ്റെ പുറത്തുകൂടിയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഒന്നിടവിട്ട് ഇങ്ങനെ അടിവശത്തുകൂടി കോർത്തെടുക്കണം. ഒന്ന് പുറത്തുകൂടി എടുക്കുകയാണെങ്കിൽ ഒന്ന് അകത്തുകൂടി, അങ്ങനെ ഒന്ന് ചുറ്റി എടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റി എടുക്കുകയാണേ. അപ്പോൾ 3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, 3 പെറ്റൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 5 ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ 5 പെറ്റലിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ 5ഉം 3ഉമാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു എംബ്രോയ്ഡറി നമ്മുടെ കുർത്തിയുടെയൊക്കെ നെക്കിലാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കിൽ, വൈറ്റ് ഫ്രോക്കിലൊക്കെ ഈ മറൂൺ കളറൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്ന് ചുറ്റി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലീഫ് എങ്ങനെയാണ്, വളരെ എളുപ്പത്തിലുള്ളൊരു ലീഫ് കാണിച്ചു തരാം. അതിനും നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചുറ്റി മാക്സിമം ഞെരുക്കി ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു ഫ്ലഫി എഫക്റ്റ് വരും, അതായത് ഒന്ന് 3D എഫക്റ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടിവശത്തോട്ടൊന്ന് കെട്ടിടണം. അപ്പോൾ അതിനുശേഷം സൂചി വെച്ച് ഇതുപോലെ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും, ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് ഗ്രീൻ കളർ നൂല് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അതും നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ്, നോർമൽ സൂചിയും തന്നെയാണ്. അതിനുശേഷം സൂചി അടിവശത്തു കൂടി ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ വീണ്ടും നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പോലെയാണ്, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും ആ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തണം. എന്നിട്ട് ആദ്യം സൂചി കുത്തി അതേ ഭാഗത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് കോർത്തെടുക്കണം. അതിനുശേഷം ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ഡബിൾ ലെയറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലേസി ഡേസി എന്നാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര്. ഇതിപ്പോൾ ഡബിൾ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ട് വീണ്ടും മുകൾ ഭാഗത്തുനിന്ന് ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു ലീഫ് ചെയ്തെന്നേ ഉള്ളൂ. ശരിക്കും ലീഫ് ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ലീഫാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പല കളേഴ്സിലും ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വൈറ്റ് കളർ കുർത്തിയിൽ സൂപ്പർബായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.